ഹായ് ഫ്രണ്ട്സ്, പ്ലാൻ ഫോൾ ഡോട്ട് പൈയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഈ കാട്ടിലൂടെ എന്നല്ലേ, ഞങ്ങൾ നമ്മുടെ എറണാകുളത്തുള്ള നഴ്സറി എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലം നോക്കാനായിട്ട് ഇങ്ങനെ വന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാം ഹൗസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഫാം ഹൗസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നല്ല കുറച്ച് കൃഷിയും മീൻ വളർത്തലും ഫിഷിൻ്റെ ഫാമും ബേഡ്സും പിന്നെ ഒരു ചെറിയൊരു ഫാം സ്റ്റേയും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ഥലം നോക്കി ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്കിങ്ങനെ ഒരു ചാനലിൽ കൂടെ, ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ ഒരു സ്ഥലം ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാണ്ട് ഇടയിൽ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മലമ്പ്രദേശമാണ്. കാട്ടുമൃഗങ്ങൾ, ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ, അതായത് പന്നി, കുറുക്കന്മാർ, മയിൽ, കുരങ്ങന്മാർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്ന ഒരു ഇടമാണ് ഈ ഒരു സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയൊരു ഓടിട്ട ഒരു വീട്, ചെറിയൊരു വീട്. അത് ഷെഡായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കാട് പിടിച്ചിരുന്ന ഒരു സ്ഥലം. ഈ സ്ഥലം നോക്കുമ്പോൾ എന്താ പറയുക, ഇവിടെ നേരത്തെ ഒരു ചെറിയൊരു നഴ്സറി, കൊറോണ സമയത്ത് ഒരു നഴ്സറി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ കാര്യമായിട്ട് വിജയിച്ചില്ല. അത് ഫ്രൂട്ട് പ്ലാന്റ്സും മറ്റേ തെങ്ങും തൈയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നഴ്സറി ആയിരുന്നു. പിന്നെ ഒരു കോഴി ഫാം ഉണ്ട്. അപ്പോൾ കോഴി ഫാം പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കോഴി ഫാമിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇതൊരു ഫാം ടൂറിസം അല്ലെങ്കിൽ അതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ പട്ടിക്കൂട് ഉണ്ട്. എനിക്ക് നേരത്തെ പട്ടികളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അപ്പോൾ ഡോഗ് ബ്രീഡിങ്ങും ഒക്കെ ചെറുതായിട്ട് ചെറിയൊരു കെന്നൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഓക്കെ, അങ്ങേറ്റം വരെ നമ്മുടെ സ്ഥലമുണ്ട്. ഒരു 1.5 ഏക്കർ സ്ഥലമാണ് നമ്മൾ എടുത്തത്. ഇത് കഴിഞ്ഞ് ഞാൻ ആ വീട് കാണിച്ചു തരാം. നേരത്തെ ഉണ്ടായിരുന്ന വീടിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഓക്കെ, ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ആ ഒരു വീടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ ഓണർ ഒരു ഷെഡായിട്ട്, ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു പൊളിയാറായിട്ടുള്ളൊരു വീട്. വലിയ വൃത്തിയും വെടുപ്പൊന്നുമില്ല, ആകെ വൃത്തികേടായി കിടക്കുന്നു. അപ്പം ഞാനും ഒരു പയ്യനും കൂടെ അതിൻ്റെ വർക്ക് തുടങ്ങി, ക്ലീനിങ് വർക്കുകൾ തുടങ്ങി ആദ്യം. ഇത് കണ്ടില്ല, ഫുള്ള് തേപ്പൊന്നുമില്ല, വൃത്തികേടായിട്ടിരിക്കുന്നു. വയറിങ് ഇല്ല, കറണ്ടില്ല. കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, നനയ്ക്കാനും ഇതാക്കാനുള്ള. പക്ഷേ ഇതില്ലാത്തൊരു എന്താ പറയുക, ഫുള്ള് മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് കിടന്ന ഒരു ഷെഡ്. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഭിത്തിയെല്ലാം പൊളിച്ച്, ഭിത്തിയല്ല, ഇതിൻ്റെ കുമ്മായത്തിൻ്റെ ഇതായിരുന്നു. ഒരു 100 വർഷം പഴക്കമുള്ളൊരു വീട് ആയിരുന്നു അത്. അപ്പോൾ ആ വീടിൻ്റെ ഒരു മുറി മാത്രം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ പൊളിച്ച് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞു. പിന്നെ വയറിങ്ങിനുള്ള പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ആദ്യം ഇട്ടു. പിന്നെ എന്താ പറയുക, ഇതാണ് ഫ്രണ്ട് പോർഷൻ വന്നത്. ഇതിൻ്റെ 3 ഫേസ് കണക്ഷൻ ഉള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ക്ലിയർ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു. ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പെയിൻറ്റിങ് ചെയ്തത് ഇതിൻ്റെ പുറത്തുകൂടെ സ്പ്രേ പെയിൻറ്റാണ് ചെയ്തത്. സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് നല്ല റെഡ് കളറിലുള്ള സ്പ്രേ പെയിൻറ്റ്, ഗ്ലോസി. ഒരു സൈഡിൽ മാറ്റ് ഫിനിഷും കൊടുത്തു. മറ്റേ സൈഡിൽ, അതായത് ഈ സൈഡ് കാണില്ല. നമ്മുടെ ഒരു ഗ്രീൻ ഹൗസ് ഈ സൈഡിൽ വരുന്നതായതുകൊണ്ട് ഈ സൈഡ് കാണാത്തത് കൊണ്ടും ഞാൻ ഈ സൈഡ് മാറ്റും അടിച്ചു, അപ്പുറത്ത് ഗ്ലോസി അടിച്ചു. അതായത് ഫ്രണ്ട് വശം, ആൾക്കാർ കാണുന്ന വശം ഗ്ലോസി അടിച്ചു. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ്, പിന്നെ ഒരു അറ്റാച്ച് ടോയ്ലറ്റും ചെയ്യിച്ചു അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്ത് പിന്നെ ഈ തൂണുകളുടെ അവസ്ഥ കണ്ടതല്ലേ നേരത്തെ, ഭയങ്കര വൃത്തികേടായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അത് നല്ലപോലെ പുട്ടിയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്ത് നല്ല രീതിയിലൊരു നല്ലൊരു ഇതാക്കി മാറ്റിയെടുത്തു. അപ്പോൾ നിങ്ങൾക്കിത് കാണാം. ഇതാണ് നമ്മുടെ വർക്ക്. ഇതാണ് നമ്മുടെ വർക്ക് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു പോളിഷ് അടിച്ച് ഇതായി. വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല രസമാണ്. ഇതൊരു ഗ്ലോസി ഫിനിഷും ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്.
ഒരു പഴയൊരു വീടിൻ്റെ, ഒരു കാടിൻ്റെ നടുക്ക് ഒരു വീടിൻ്റെ ഒരു പ്രതീതി, ഒരു മലയുടെ മേളിൽ, ഒരു കുന്നിൻ്റെ മേളിൽ അല്ലെങ്കിൽ കുന്നിൻ്റെ ചെരുവിൽ ഉള്ളൊരു വീടിൻ്റെ പ്രതീതി. ഓക്കെ, അപ്പോൾ വയറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഈ സമയത്ത് വയറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, പെയിൻറ്റിങ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വയറിങ് ഇത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഏതാ പറയുക, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലാഡറും കാര്യങ്ങളൊക്കെ വെച്ച് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് അതിൻ്റെ സൈഡ് ബൈ സൈഡ് നമ്മുടെ വെൽഡിങ്ങിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രീൻ ഹൗസുകളുടെയും ഇതിൻ്റെയൊക്കെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് കേട്ടോ, നീർച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വയറിങ് ഒക്കെ ചെയ്തു. ഇതാണ് ഇത് ഇതേപോലെ ഗ്ലോസി ആയിട്ടുള്ള ഇതാണ് അടിച്ചേക്കുന്നത്, ഇവിടെ പെയിൻറ്റാണ് ഇവിടെ അടിച്ചേക്കുന്നത്. എത്ര നാൾ നിൽക്കും എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. അതായത് ഒരു വൺ ടൈം കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇതുണ്ടോ, ഇതായിരുന്നു പഴയ വീട്. പുതിയ സെറ്റപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ താഴത്തെ ഭാഗത്ത് ഞങ്ങൾ കൃഷി ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ നിന്ന് ട്രാക്ടർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് ട്രാക്ടർ കൊണ്ട് നല്ലപോലെ ഉഴുത് മണ്ണൊക്കെ മിക്സ് ചെയ്ത് ഇതാക്കി. മണ്ണ് നല്ലപോലെ മിക്സ് ചെയ്ത് വളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാടൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ എല്ലാം മാറ്റി മണ്ണൊക്കെ ഒന്ന് നല്ല പോലെ ടില്ലറിട്ടിട്ട് ഇതാക്കി വാരം കോരാനുള്ള സെറ്റപ്പിനുള്ള സാധനം. ഇതിപ്പോൾ ഇത് കൊണ്ടുപോയി മാറ്റിയിട്ട് വരണം. അതായത് ഒരു ഏക്കർ ചെയ്യാനായിട്ട് എനിക്ക് ഈ ട്രാക്ടറിൻ്റെ ശരിക്കും ഗുണം എനിക്ക് മനസ്സിലായത് അന്നാണ്. പലരും JCB വെച്ച് ചെയ്യുമ്പോൾ ഞാൻ ട്രാക്ടർ JCB ആദ്യം ചെയ്ത് കഴിഞ്ഞ് എനിക്കത് വെറുത്തല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ടില്ലർ അന്വേഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടില്ലർ ഇതായി കഴിഞ്ഞപ്പോൾ ടില്ലർ ഇങ്ങനെ ടില്ല് ചെയ്ത് ഇപ്പോൾ രണ്ട് സൈഡ്, ഇപ്പോൾ കോഴി ഷെഡിൻ്റെ ആ ഒരു തട്ടും അതിൻ്റെ മേലത്തെ തട്ടും ഈ പറഞ്ഞതുപോലെ ഇത് ടില്ലർ വെച്ചിട്ട് നല്ല പോലെ ടില്ല് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ പല്ല് വെച്ചിട്ട് നല്ല പൊടിയുണ്ട്, നല്ല പൊടിയുള്ളൊരു സംഭവമാണ് ഇതുണ്ട്. എന്നിട്ട് നമ്മളിതിനെ വാരം കോരാനുള്ള യന്ത്രം കൊണ്ടുവന്ന്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ മറന്നുപോയി. ഇതേപോലെ വാരം കോരി ആ ട്രാക്ടർ വെച്ച് തന്നെ, അതായത് ഭയങ്കര എളുപ്പം. പിന്നെ വെള്ളത്തിൻ്റെ സംഭരണിക്ക് വേണ്ടിയിട്ട് ഒരു കുളവും നിർമ്മിച്ചു. അതിനുള്ള കുളം 2 ആഴ്ചയിലുള്ള കുളമാണ് ഉണ്ടാക്കിയത്. 2 സെൻറ്റിൽ ഉള്ള ഒരു കുളം, അതിൻ്റെ അകത്ത് പടുത ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇത് പൈപ്പ് കൊടുത്തേക്കുന്നത്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവർഫ്ലോ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ അകത്ത് ടാങ്ക് കണക്ടർ വെച്ചിട്ടാണ് ചെയ്തത്. അത് പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഈ പൈപ്പ് കുറച്ച് എക്സ്റ്റൻഷൻ കൊടുക്കാനുണ്ട് അങ്ങോട്ടേക്ക്, പുറത്തേക്ക് ആ കെനലൊക്കെ ഉള്ള സൈഡിലേക്കോ അല്ലെങ്കിൽ താഴെ ഒരു മഴക്കുഴിയുണ്ട്, അപ്പോൾ അതിലേക്കോ വല്ലതും കൊടുക്കാനുണ്ട്. അപ്പോൾ മഴയാകുമ്പോഴത്തേക്കും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിട്ടു, ടാങ്ക് കണക്ടർ വെച്ച് കണക്ട് ചെയ്തു, മണ്ണൊക്കെ മാറ്റി പോളിഷ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒരു ഒക്ടോബർ മാസം തൊട്ട് ഒരു ഫെബ്രുവരി ലാസ്റ്റ് വരെ നല്ല തണുപ്പും ഇതേപോലെ കോടയും ഒക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. അത് ജസ്റ്റ് കാണിക്കാനായിട്ട് നേരത്തെ എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴത്തെ കറണ്ട് വീഡിയോ അല്ല ഇത്. അപ്പോൾ ഇതേപോലെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റും. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പ് കയറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് എടുത്ത വീഡിയോ ആണത്, 9 മണിക്ക്. അപ്പോൾ 9 മണി വരെ ഇതേപോലെ നല്ല കോടയുണ്ട്. ഇതാണ് നമ്മുടെ ലൈക്ക കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത എൻ്റെ കൂട്ടാണ്. അപ്പോൾ ഇതേപോലെ ഗ്രീൻ ഹൗസിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. ബാക്കി എന്തൊക്കെ വർക്കാണ് നടന്നതെന്നുള്ളത് അടുത്ത വീഡിയോ കാണാം. ബൈ.